കോട്ടയത്ത് കുട്ടികളെ കാറിന്റെ ബോണറ്റിലിരുത്തി സാഹസിക യാത്ര. പട്ടാമ്പി വട്ടുകളം ആലപ്പാട് വഴി റോഡിലാണ് സംഭവമുണ്ടായത്. സാഹസിക യാത്രയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം അത് കാണാം. കാർ പാമ്പാടി പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. K. അഖിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ, ഇങ്ങനെ എത്രയോ ദൃശ്യങ്ങൾ, നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങൾ, അതുണ്ടാക്കുന്ന അപകടം, അതിന്റെ അപകട സാധ്യത, അതൊരു മുന്നറിയിപ്പായി ഒക്കെ തന്നെ എത്രയോ തവണ ജനങ്ങൾക്ക് മുമ്പിലേക്ക് മാധ്യമങ്ങളും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ എത്തിച്ചതാണ്. പക്ഷേ ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്നത് ഖേദകരമാണ്. ഒന്ന് അവരുടെ സുരക്ഷ, ഒന്ന് വാഹനങ്ങൾ ഓടിക്കുന്ന മറ്റുള്ളവരുടെ സുരക്ഷ. ഇതിനൊക്കെ പുല്ലുവിലയാണ് ഇവർ നൽകുന്നത് എന്നതാണ് നിരാശാജനകമായ കാര്യമാക്കി. റിജിത്ത്, തീർച്ചയായും ഇന്നലെ വൈകുന്നേരം 5:15 കൂടിയാണ് ഈ വട്ടുകളം ആലപ്പാട്ട് റോഡിൽ ഇത്തരത്തിൽ ഈ പാമ്പാടിയിലാണ് ഇത്തരത്തിൽ ഈ റോഡിൽ വാഹനം ഓടിച്ചത്. അതായത് ഈ കുട്ടികളെ നമുക്ക് കാണാം, ആ രണ്ട് കുട്ടികളെ ഇത്തരത്തിൽ വാഹനത്തിന്റെ ബോണറ്റിൽ ഇരുത്തിക്കൊണ്ടാണ് യാത്ര എന്ന് പറയുന്നത്. പെട്ടെന്ന് വാഹനം ബ്രേക്ക് പിടിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം വലിയ അപകടങ്ങളിലേക്കോ കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ നിലവിൽ ഈ വാഹനം എന്ന് പറയുന്നത് വട്ടുകളം സ്വദേശിയായിട്ടുള്ള ജ്യോതിഷ് എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. ആ ജ്യോതിഷ് തന്നെയാണ് ഈ വാഹനം ഓടിച്ചെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ജ്യോതിഷിനെതിരെ കേസെടുക്കുകയും ഒപ്പം വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾക്കായി ഇത് മോട്ടോർ വാഹന വകുപ്പിനെ ഈ റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും കൈമാറുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഡ്രൈവർ വാഹനം ഓടിച്ച ആളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതടക്കമുള്ള തുടർ നടപടികളിലും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ തന്നെ എന്ത് തരത്തിലുള്ള ശിക്ഷകൾ എന്ന് നടപടി സ്വീകരിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പാണ് തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിപ്പോർട്ടുകൾ ഉടൻ തന്നെ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര പറഞ്ഞാലും ഈ ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് വളരെ അപകടകരമായ രീതിയിലാണ് കൊണ്ടുവന്നത്. തീരെ ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾക്ക് ഒരുപക്ഷെ ഇതിന്റെ തീവ്രതയോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രശ്നമൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ മുതിർന്നവർ തന്നെ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ്. ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാണ് എന്ന കാര്യങ്ങൾ പോലും ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒറ്റ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ വളരെ അപകടകരമായ രീതിയിൽ ആ സമയത്ത് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ CCTV ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. ഇരുഭാഗങ്ങളിലേക്ക് വാഹനങ്ങളൊക്കെ നിരന്തരമായി പോകുന്നതാണ്. സ്വയമായും ഈ ബോണറ്റിലേക്ക് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുന്ന ആൾക്ക് മുൻവശത്തെ ആ വിഷൻ അത് തന്നെ പൂർണ്ണമായും കൃത്യമായിരിക്കില്ല എന്നറിയാം. അപ്പോൾ അത്തരത്തിൽ അപകടമായ രീതിയിൽ തന്നെയാണ് വാഹനം ഓടിച്ചത്. അതിന്റെ ഒരു ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ഈ കാര്യങ്ങൾ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ, അതായത് രാവിലെയോടുകൂടിയാണ് ദൃശ്യങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത്. വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ വാഹനം പിടിച്ചെടുക്കുകയും മറ്റു നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത്, ശരി, K. അഖിൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.